ഗൈസ്, അപ്പം നമ്മളിന്ന് ഉള്ളത് നമ്മുടെ ഫാമിലാണ്. അപ്പോൾ നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ ഒരു ഇൻക്യുബേറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ സക്സസ്ഫുൾ ആകുമോ എന്ന് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പം നമ്മുടെ ഇൻക്യുബേറ്റർ റെഡിയാക്കി ഇപ്പോൾ 21 ദിവസമായപ്പോഴത്തേക്ക് അതിനകത്ത് ഞങ്ങൾ വെച്ചിരുന്ന മുട്ടകൾ വിരിഞ്ഞ് തുടങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് മുട്ട വിരിഞ്ഞതൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് ചുണ്ടിടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഗൈസ്, ഇപ്പോൾ ഈ മുട്ട വെച്ചിട്ട് 21 ദിവസമായി. ഈ ഒരു സെക്ഷൻ ഈ ഫാൻ്റെ ഇപ്പുറത്തോട്ടിരിക്കുന്ന ഈ മുട്ട ഒന്നും വിരിയാറായിട്ടില്ല. ഇതിപ്പോൾ 18 ദിവസമേ ആയിട്ടുള്ളൂ. മൊത്തം 50 മുട്ടയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവനാണ് ഗൈസ്. നമ്മളൊക്കെ ഇവനുമാണ് ആദ്യമേ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ. അതേ പറക്കാറുണ്ട്. അതുപോലെ ഇവരെ അമ്മ ഇപ്പോൾ രക്ഷിച്ചിട്ടിരിക്കുന്നു. മുട്ടയ്ക്കകത്ത് ഒട്ടിയെ കണ്ടിരിക്കുകയാണ്. രക്ഷിച്ചെടുത്തിരിക്കുന്നു അമ്മ. വെള്ളത്തിനകത്ത് വീണ് കോഴിക്കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടി വേറൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് 2 ബൾബാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെർമോസ്റ്റാറ്റിൻ്റെ ചൂടും തണുപ്പാകുന്നുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്തെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാ വേറൊരു ബൾബ് ഇവിടെ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ തെർമോക്കോളിനകത്താണ് നമ്മളിത് സെറ്റ് ചെയ്ത്. തെർമോക്കോളിൻ്റെ അടപ്പ് വലിയൊരു തെർമോക്കോളാണ്. അതുപോലെ ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. സാധാരണ 32.4 ചൂട് കുറവാണ്. അതുകൊണ്ടാണ് ബൾബ് കത്തി നിൽക്കുന്നത്. 37.5 ആകുമ്പോഴത്തേക്ക് ഇത് ഓഫാകും. പിന്നെ ഓണാകുന്നത് 35.5 ആകുമ്പോഴത്തേക്കാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് നമ്മുടെ വയറുകളൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കുന്നത്. അപ്പം ബാക്കിയുള്ള മുട്ടയിലെല്ലാം കൊത്തിട്ടിട്ടുണ്ട്. ഉടനെ ഇതാ അവരൊക്കെ കരിയുന്നു. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷവുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടൊരു കോഴിക്കൂട് പണിയുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും അതിനകത്ത് നമ്മൾ വേറെ കുറച്ച് കോഴി പുറത്തുനിന്ന് വാങ്ങിച്ച് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.